എൻ്റെ ടോപ്പിക് ഗൈഡഡ് മീഡിയ എന്നാണ്. വാട്ട് ഈസ് ഗൈഡഡ് മീഡിയ? ഗൈഡഡ് മീഡിയ എന്ന് വെച്ചാൽ ഒരു ഫിസിക്കൽ മീഡിയമാണ്. അതിലൂടെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് 3 തരത്തിലാണ് ഈ ഗൈഡഡ് മീഡിയ ഉള്ളത്: ട്വിസ്റ്റഡ് പെയർ കേബിൾ, ഓപ്റ്റിക് ഫൈബർ കേബിൾ, കോആക്സിയൽ കേബിൾ. ആദ്യം നമുക്ക് ട്വിസ്റ്റഡ് പെയർ കേബിളിനെ പറ്റി പറയാം. ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് വെച്ചാൽ 2 ഇൻസുലേറ്റഡ് കോപ്പർ വയേഴ്സ് ഉണ്ടാവും. ഇത് ദേ ആർ ട്വിസ്റ്റഡ് ടുഗെദർ വിച്ച് റെഡ്യൂസസ് ദി ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫെറൻസ് മേക്കിംഗ് ദം വൈഡ്ലി. ഇത് ടെലികമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടും ഡാറ്റ നെറ്റ്വർക്ക്സിന് വേണ്ടിയിട്ടും വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു സിഗ്നൽ ട്രാൻസ്മിഷൻ സോഴ്സാണ്. ട്വിസ്റ്റഡ് പെയർ കേബിൾ 2 തരമാണുള്ളത്. ഒന്ന് UTP, STP. അതിൻ്റെ അകത്തൊന്ന് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ UTP ആണ്. ഇതൊരു രണ്ട് കോപ്പർ വയർ ട്വിസ്റ്റഡ് ടുഗെദറാണ്, പക്ഷേ എക്സ്ട്രാ ഷീൽഡിങ് ഇതിന് വരുന്നില്ല. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഈസി ടു ഇൻസ്റ്റാൾ, ഫ്ലെക്സിബിൾ, വൈഡ്ലി കമ്പാറ്റബിൾ, സ്യൂട്ടബിൾ ഫോർ മോസ്റ്റ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡാറ്റ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷൻസ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇൻ്റർഫെറൻസിന് വേണ്ടിയിട്ട് സസെപ്റ്റബിൾ ആണ്. ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു ലോങ് ഡിസ്റ്റൻസിലോട്ടേക്ക് ട്രാൻസ്മിഷൻ ലിമിറ്റഡ് ആണ്. പിന്നെ ലെസ് സെക്യൂർ കമ്പയർ ടു ഷീൽഡഡ് ഓൾട്ടർനേറ്റീവ്സ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് വെച്ചാൽ ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. ഇതിൻ്റെ അകത്തും 2 ട്വിസ്റ്റഡ് വയേഴ്സ് ഉണ്ടാവും. അതിൻ്റെ മുകളിലൊരു ഷീൽഡിങ് പോലത്തെ ഒരു കോട്ടിംഗ് ഉണ്ട്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫെറൻസ് വളരെ കുറവായിരിക്കും, സിഗ്നലിൻ്റെ ഇൻറ്റഗ്രിറ്റി ഹൈ ആയിരിക്കും, പിന്നെ ഇൻഡസ്ട്രിയൽ സെറ്റിങ്സിൻ്റെ അകത്തുള്ള എൻവയൺമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഹൈ ഇൻ്റർഫെറൻസ് ഇതിനുണ്ട്. ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ് അൺഷീൽഡറിനേക്കാളും, കാരണം ആ കോട്ടിംഗ് ഒക്കെ വരുന്നതിനെക്കൊണ്ട് എക്സ്ട്രാ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ കെയറിങ് കൊടുക്കേണ്ട ആവശ്യമുണ്ടാവും, മെയിൻ്റെനൻസിന് ബുദ്ധിമുട്ടുണ്ടാവും, എക്സെട്ര. അടുത്ത ഗൈഡഡ് മീഡിയേൻ്റെ ടൈപ്പ് എന്ന് വെച്ചാൽ ഫൈബർ ഓപ്റ്റിക് കേബിളാണ്. ഇതൊരു തിൻ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയൽ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ലൈറ്റ് പൾസസ് പോലെയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഹൈ സ്പീഡായിരിക്കും, ലോങ് ഡിസ്റ്റൻസ് കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റും, എക്സെട്ര. ഫൈബർ ഓപ്റ്റിക് കേബിളിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിംഗിൾ മോഡ് ഫൈബറും ഒന്ന് മൾട്ടിപ്പിൾ മോഡ് ഫൈബറും. ഇവിടെ സിംഗിൾ മോഡ് ഫൈബറിനെ വെച്ചിട്ടാണ് പറയുന്നത്. ഒരു സിംഗിൾ ലൈറ്റ് പാത്തിനെ മാത്രമേ ആ ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള വയറിലൂടെ പോകാൻ സമ്മതിക്കൂ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ലോങ് ഡിസ്റ്റൻസിൽ കൂടെ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്, സിഗ്നൽ ലോസ് വളരെ മിനിമലാണ്, ഹൈ ഡാറ്റ റേറ്റ്സ്, ഇമ്മ്യൂൺ ടു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ആൻഡ് സ്യൂട്ടബിൾ ഫോർ ഹൈ ബാൻഡ്വിഡ്ത്ത് ആപ്ലിക്കേഷൻസ്. ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ മോഡ് ഫൈബറിനെക്കാളും കോസ്റ്റ്ലിയർ ആണ് ഈ സിംഗിൾ മോഡ് ഫൈബർ. പ്രിസൈസ് അലൈൻമെൻറ്റ്സ് ആണ് ഇതിനാവശ്യം, കാരണം ഒരു സിംഗിൾ ലൈറ്റ് പാത്ത് മാത്രമാണല്ലോ ഇതിലൂടെ പോകുന്നത്. പിന്നെ സ്പെഷ്യലൈസ്ഡ് എക്വിപ്മെൻറ്റ്സ് ഇതിന് നെസസറിയാണ് ഫോർ ലിമിറ്റിംഗ് ഇറ്റ്സ് യൂസസ് ഇൻ ഷോർട്ട് ഡിസ്റ്റൻസ് ആപ്ലിക്കേഷൻസ്. അടുത്തത് മൾട്ടി മോഡ് ഫൈബർ. ഇതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ലൈറ്റ് പാത്സ് ട്രാവൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ചാൽ ഹൈ ബാൻഡ്വിഡ്ത്ത്, ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇത് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഇറ്റ്സ് ഈസിയർ ടു വർക്ക് വിത്ത് ആൻഡ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ലാൻഡ്സ് ആൻഡ് ഡാറ്റ സെൻറ്റേഴ്സ്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇതൊരു ലിമിറ്റഡ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് മാത്രമേ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റൂ. ഇതിൻ്റെ ഡാറ്റ റേറ്റ്സ് വളരെ ലോവർ ആണ്, ഹയർ ഡിസ്പെർഷൻ and suitability to model dispersion in longer transmission distances compared to single mode fiber. അടുത്ത ഗൈഡഡ് മീഡിയ എന്ന് വെച്ചാൽ ഒരു കോആക്സിയൽ കേബിൾ ആണ്. ഇതൊരു ഇലക്ട്രിക്കൽ കേബിൾ ആണ്, വിച്ച് കൺസിസ്റ്റ് സെൻട്രൽ കണ്ടക്ടർ, ഇൻസുലേറ്റിംഗ് ലെയർ, മെറ്റാലിക് ഷീൽഡ് ആൻഡ് ഔട്ടർ കവർ. These are all commonly used for, it is commonly used for transmitting high frequency signals in various applications. കോആക്സിയൽ കേബിൾ എന്ന് വെച്ചാൽ 2 തരമാണുള്ളത്. ഒന്ന് RJ6 ഒന്ന് RJ59 ആണുള്ളത്. RJ6ൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹൈ ബാൻഡ്വിഡ്ത്ത് ആണ്, ലോ സിഗ്നൽ ലോസ്, suitable for higher frequency signals like cable TV, satellite and broadband internet. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇറ്റ് is susceptible to interference, limited in transmission distance,
less secure compared to shielded alternatives. അടുത്തത് RJ59. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. ഇറ്റ് ഇസ് suitable for short cable runs. It is commonly used for CCTV and other video applications with moderate bandwidth requirements. ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ ഇത് ലോങ് ഡിസ്റ്റൻസിനകത്ത് സിഗ്നൽ ലോസ് ആവാനുള്ള ഹയർ ചാൻസ് ഉണ്ട്. പിന്നെ it has a limited bandwidth and is susceptible to interference compared to newer cable types like RJ6. Thank you.